പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ മാസം 1-ാം തീയതി ചൊവ്വാഴ്ച, നോമ്പുകാലത്തിലെ 31-ാം ദിവസം. കർത്താവെ, പുതിയൊരു മാസത്തിലേക്ക് ഇന്ന് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഏറ്റവും ഒരുക്കത്തോടുകൂടെ അങ്ങയുടെ തിരുമുമ്പാകെ വ്യാപരിക്കാൻ, അങ്ങയുടെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം മുഴുവനും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. അങ്ങേക്ക് ഹിതകരമല്ലാത്ത ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സംഭവിക്കാതിരിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ പ്രത്യേക നിയോഗങ്ങളിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അങ്ങ് ഉത്തരമരുളണമേ. ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം 33-34 വചനങ്ങളിൽ നിന്ന് ധ്യാനിക്കാം. എന്നാൽ ഒരു സമറിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി തൻ്റെ കഴുതയുടെ പുറത്തു കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. തിരക്കിട്ട് നടത്തുന്ന ഒരു യാത്രക്കിടയിൽ ഒരു പരിചയവുമില്ലാത്ത ഒരു മനുഷ്യനു വേണ്ടി തൻ്റെ സമയം നഷ്ടപ്പെടുത്താൻ, ത്യാഗമേറ്റെടുക്കാൻ തയ്യാറാകുന്ന സമറിയാക്കാരൻ, അവനാണ് യഥാർത്ഥ അയൽക്കാരനെന്ന് കർത്താവ് സാക്ഷ്യപ്പെടുത്തുന്നു. തിരിച്ച് ഒന്നും തരാൻ നിവർത്തിയില്ലാത്തവരെ സഹായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്രത്യേക സന്തോഷം കടന്നു വരും. അത് സ്വർഗത്തിൽ നിക്ഷേപം കൂടുന്നതിൻ്റെ സന്തോഷമാണ്. ഈ നോമ്പുകാലത്ത് നമ്മുടെ തിരക്കുകൾക്കിടയിൽ അല്പസമയം അപരനായി മാറ്റിവെച്ച് നല്ല സമറിയാക്കാരനാകാൻ നമുക്ക് പരിശ്രമിക്കണ്ടേ? സ്വർഗത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കണ്ടേ? കർത്താവേ, അപരനിൽ അങ്ങയുടെ മുഖം കാണാൻ എനിക്ക് കൃപ തരണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.